പലക മാറ്റുമ്പോ ഖബറിലുണ്ടല്ലോ ജനാസയില്ല. ഖബറിന്റെ അകത്ത് കിടക്കുന്നതെന്താ? ഖിൻസീർ എന്ന് പറയുന്ന ഒരു പന്നിയാ. ഖിൻസീർ എന്ന് പറയുന്ന ഒരു പന്നി. എന്റെ പ്രിയമുള്ളവരെ, നാലാമത്തെ ഖബറിന്റെ അകത്ത് പടച്ചവരെ കിടക്കുകയാ. ആ ചെറുപ്പക്കാരനുണ്ടല്ലോ വിറങ്ങലിക്കുകയാ. പടച്ചവരെ, ഖിൻസീർ എന്ന് പറയുന്ന പന്നിയാണല്ലോ ഈ ജനാസയുണ്ടല്ലോ. എന്തതാപാണ് ചെയ്തതല്ലാ. ഒരു ശരീരി കടന്നു വരികയാ. ഖബറിന്റെ അകത്ത് ഖിൻസീർ എന്ന് പറയുന്ന വിഭാഗമുണ്ടല്ലോ, ഖിൻസീർ എന്ന് പറയുന്ന പന്നിയുണ്ടല്ലോ. കടന്നു വരുന്ന വിഭാഗമാരാ? കള്ളു കുടിക്കുന്നവരെ, ലഹരി ഉപയോഗിക്കുന്നവരെ, പാൻപരാഗ് വെക്കുന്നവരെ, കൂള് വെക്കുന്നവരെ, ഹാൻസ് വെക്കുന്നവരെ, കഞ്ചാവടിക്കുന്നവരെ, ലഹരി ഉപയോഗിക്കുന്നവരെ, ഹശീഷ് വെക്കുന്നവരെ, നാവിന്റെ അടിയിൽ സ്റ്റാമ്പ് വെക്കുന്നവരെ, കള്ളിനടിമയായവരെ, ഖബറിന്റെ അകത്തിന്റെ പ്രിയമുള്ളവര്, ഖിൻസീർ എന്ന് പറയുന്ന ഒരു പന്നിയുണ്ടല്ലോ നിനക്കു പകരമതാ കടന്നു വരികയാ. അദ്ദേഹം അതാ പേടിക്കുകയാ. പടച്ചവനെ വിറങ്ങലിക്കുകയാ. ഖബറിങ്ങനെ മൂടുകയാ. അഞ്ചാമത്തെ ഖബറിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. പടച്ചവരെ, പടച്ചവരോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുകയാ. അല്ലാ, ഈ ഖബറിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതങ്ങള് എനിക്കൊന്ന് അറിയിച്ചു തരണേ അല്ലാ. എനിക്കൊന്ന് കാണിച്ചു തരണേ അല്ലാ. അദ്ദേഹം ആ ഖബർ പൊളിക്കുകയാ. പടച്ചവനെ മൺവെട്ടിയെടുക്കുകയാ. മണ്ണിങ്ങനെ വാരി മാറ്റുകയാ. പടച്ചവനെ മൂട് പലക മാറ്റുകയാ. അല്ലാഹുവേ, അത്ഭുതപ്പെടുകയാ. ആ ചെറുപ്പക്കാരനാ ഖബറിലേക്ക് നോക്കുമ്പോ അല്ലാഹുവേ, സ്വർഗത്തിന്റെ പരിമളമാ, സ്വർഗത്തിന്റെ ആസ്വാദനമാ, സ്വർഗത്തിന്റെ പൂന്തോട്ടമാ, സ്വർഗത്തിന്റെ സുഖങ്ങളാ, സ്വർഗത്തിന്റെ ആനന്ദമാ, സ്വർഗത്തിന്റെ സൗഭാഗ്യങ്ങളാ. ഖബറിൽ നിന്ന് എന്റെ പ്രിയമുള്ളവരെ സ്വർഗത്തിന്റെ പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാ. അല്ലാഹുവോട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുകയാ, ഈ ഖബറിലുണ്ടല്ലോ അതാരാണ് അല്ലാ? അതാരാണ് അല്ലാ? ഒരു അശരീരിയതാ കടന്നു വരികയാ. നിറഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരാ പഠിച്ചുകൊള്ളുക. നിറഞ്ഞിരിക്കുന്ന ഉമ്മമാരെ പഠിച്ചുകൊള്ളുക. ഖബറിന്റെ അകത്ത് നിന്ന് ആനന്ദം വരുന്ന, സ്വർഗത്തിന്റെ സുഖങ്ങൾ വരുന്ന, സ്വർഗത്തിന്റെ മണം വരുന്ന, സ്വർഗത്തിന്റെ ആസ്വാദനം വരുന്ന ഖബറിലെ വിഭാഗമാരാ? ആ ചെറുപ്പക്കാരനോട് ഒരു അശരീരി പറയുകയാ, ഹറാമ് വലിച്ചവരോ, തിന്മകളിൽ നിന്ന് മാറി നിന്നവരോ, പെണ്ണുപിടിയിൽ നിന്ന് മാറി നിന്നവരാ, കള്ളുകുടിയിൽ നിന്ന് മാറി നിന്നവരാ. ഉസ്താദേ, എനിക്കിന്നി തിന്മകൾ വേണ്ട, എനിക്കിന്നി ഹറാമുകൾ വേണ്ട, എനിക്കിന്നി ലഹരി വേണ്ട, എനിക്കിന്നി അദാബുകൾ വേണ്ട, എനിക്കിന്നി MDMA വേണ്ട, എനിക്കിന്നി സ്റ്റാമ്പ് വേണ്ട, എനിക്കിന്നി കൂള് വേണ്ട, എനിക്കിന്നി ലഹരി വേണ്ട, എനിക്കിന്നി പലിശ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ, ഒരു നിയമമുണ്ടല്ലോ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവരാരാ? ഹറാമിൽ നിന്ന്, തിന്മകളിൽ നിന്ന് ഉമർ തങ്ങൾ മാറി നിന്നതുപോലെ, സൽമാൻ തങ്ങൾ മാറി നിന്നതുപോലെ, ഉസ്മാൻ തങ്ങൾ മാറി നിന്നതുപോലെ, അലിയാർ തങ്ങൾ മാറി നിന്നതുപോലെ, അസദുല്ലാഹ് ഹംസ തങ്ങൾ മാറി നിന്നതുപോലെ ആരെങ്കിലും ഒരാൾ തിന്മകളിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അവരുടെ ഖബറിലുണ്ടല്ലോ സ്വർഗത്തിന്റെ പരിമളമാ, സ്വർഗത്തിന്റെ ആസ്വാദനമാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഇന്നത്തെ രാത്രി എങ്ങാനും വിട പറഞ്ഞു പോയാൽ നാളെ രാവിലെ എന്റെ പ്രിയമുള്ളവരെ കർണാടകയുടെ പള്ളിക്കാട്ടിൽ എന്റെയും നിങ്ങളുടെയും മയ്യത്ത് പടച്ചവരെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഖിൻസീർ എന്ന പന്നി വരാൻ പാടില്ല, അദാബിന്റെ മലക്കുകൾ വരാൻ പാടില്ല, പെരടി തെറ്റാൻ പാടില്ല. അല്ലാഹുവേ, അല്ലാഹുവേ, പടച്ചവരെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള സൗഭാഗ്യങ്ങൾ തരണേ അല്ലോ, കബൂലാക്കണേ അല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയാ, 5 ഖബർ ആ ചെറുപ്പക്കാരൻ പൊളിച്ചു. ഒന്നാമത്തെ ഖബറിൽ അദാബ, രണ്ടാമത്തെ ഖബറിൽ അദാബ,
മൂന്നാമത്തെ ഖബറിൽ അദാബ, നാലാമത്തെ ഖബറിലും അദാബ, അഞ്ചാമത്തെ ഖബറിൽ സ്വർഗത്തിന്റെ പരിമളം വീശിയപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹിനോട് ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, അല്ലാ ഈ അഞ്ചാമത്തെ ഖബറിൽ കിടക്കുന്ന ആളുടെ പ്രത്യേകത എന്താ? അള്ളാഹു പറഞ്ഞു കൊടുത്തു, മോനെ ഈ ഖബറിൽ കിടക്കുന്ന ചങ്ങാതി ഹറാമിൽ നിന്നും മാറി നിന്നവനാ, ഈ ഖബറിൽ കിടക്കുന്ന ചങ്ങാതി തിന്മയിൽ നിന്നും മാറി നിന്നവനാ, ഈ ഖബറിൽ കിടക്കുന്ന ചങ്ങാതി എല്ലാവിധ തെറ്റുകളിൽ നിന്നും മാറി നിന്നവനാണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാ, ഒരിക്കൽ പോലും ഒരു ഹറാം പോലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. ലഹരി ഉപയോഗിക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ തിന്മകളുടെ കൂമ്പാരത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നാം ഒരിക്കലും കടന്നു പോകാൻ പാടില്ല. ഇപ്പൊ ചില ചെറുപ്പക്കാരൊക്കെ പറയാറുണ്ട്, ഉസ്താദേ ഞങ്ങള് ഇപ്പോ സിഗരറ്റ് ഒന്നും വലിക്കാറില്ല ഉസ്താദെ. ചില ചെറുപ്പക്കാരെ പറയുന്നു, ഉസ്താദെ ഞങ്ങൾ സിഗരറ്റ് ഒന്നും വലിക്കാറില്ല ഉസ്താദെ. ഇപ്പൊ കഞ്ചാവ്, MDMA, സ്റ്റാമ്പ്, ഇപ്പോ ഈ മരുന്ന് കുത്തി വെച്ചിട്ട് ചില ചെറുപ്പക്കാര് അതിന്റെ പുറകിൽ നടക്കുക. അള്ളാഹു കാത്തിരിക്കട്ടെ. പിന്നെ ചില ചങ്ങാതിമാർക്ക് ഒരു സംശയ, ഉസ്താദെ ഈ സിഗരറ്റ് എന്ന് പറയുന്നത് അത് ലഹരിയാണോ ഉസ്താദെ? സിഗരറ്റ് എന്ന് പറയുന്നത് ലഹരിയാണോ ഉസ്താദെ? ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെ വയലിന് വരുമ്പോൾ ചില ചെറുപ്പക്കാര് വിളിക്കാൻ വരാറുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ചില ചെറുപ്പക്കാര് നമ്മൾ വയലിന് വരുമ്പോൾ ചെറുപ്പക്കാരെ വിളിക്കാൻ വരാറുണ്ട്. ഞാൻ കുറെ എണ്ണത്തിന്റെ പൊക്കേറ്റുണ്ട് വണ്ടിയിൽ നിന്ന് സിഗരറ്റുമായിട്ട്. അള്ളാഹു കാത്തിരിക്കട്ടെ. അള്ളാഹു ഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം വണ്ടിയിൽ കയറുമ്പോൾ അത്രയും നേരം ഇല്ലാത്തൊരു മണം ചിലപ്പോൾ പുറത്തുനിന്ന് ഒരാൾ സിഗരറ്റ് വിളിച്ചിട്ട് കയറിയാൽ അറിയാൻ കഴിയും. അത് നമ്മൾ വലിക്കണമെന്നില്ല. കാരണം നമ്മൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പല വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ അറിയേണ്ടി വരും. അള്ളാഹു കാത്തിരിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ പുകയില എവിടെ നിന്ന് ഉൽപ്പാദിച്ചതാ? അല്ലേ, ഈ ചില ചങ്ങാതിമാരുണ്ട് സിഗരറ്റ് വലിച്ചിട്ട് ഉസ്താദെ അതിങ്ങനെ തലക്ക് പിടിക്കുമ്പോൾ വല്ലാത്ത സുഖമാണെന്ന് പറയുന്ന ചില ചെറുപ്പക്കാരുണ്ട്. അള്ളാഹു കാത്തിരിക്കട്ടെ. ഞാൻ പറയാ, ഈ സിഗരറ്റ് എന്ന് പറയുന്നതും അത് ഹറാമിൽ തന്നെ വരും. കാരണം എന്തേ, ശരീരത്തെ സ്വയം നശിപ്പിക്കുന്ന എന്തു വസ്തുക്കളുണ്ടോ അത് ലഹരിയാണെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്താണപ്പ? ശരീരത്തെ സ്വയം നശിപ്പിക്കുന്ന എന്തു വസ്തുവാണോ അത് മുഴുവനും എന്ത് തന്നെയാണ്? അത് ലഹരി തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോന്നറിയില്ല, ഞങ്ങളുടെ നാട്ടിലുണ്ട് ചില ചെറുപ്പക്കാര് ഈ പെയിന്റിന്റെ പാട്ട പൊട്ടിച്ചിട്ട് ഇതിങ്ങനെ മൂക്കിൽ വെച്ച് ഇങ്ങനെ വലിക്കും. അല്ലേ, ചില ചെറുപ്പക്കാരൊക്കെ ചിരിക്കലുണ്ട്, ഈ ഹൈവാൻ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചതെന്ന്. ചില ചെറുപ്പക്കാര് പെയിന്റിന്റെ പാട്ട പൊട്ടിച്ചിട്ട് ഇതിങ്ങനെ മൂക്കിൽ വെച്ചിട്ട് ഇങ്ങനെ വലിക്കും. ഇതിങ്ങനെ വലിക്കണ സമയത്ത് ഈ പെയിന്റിന്റെ പാട്ടയുടെ അകത്ത് നിന്ന് വരുന്നൊരു ചെറിയൊരു സ്മെല്ലുണ്ട്, ഒരു ആൽക്കഹോളിക് സ്മെല്ലുണ്ട്. ഇത് മണത്ത് കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ പറയുന്നത് കാണാം, അവന്റെ തലയിലേക്ക് ലഹരി ഉപയോഗിക്കുന്നത് പോലെ തന്നെ അതിന്റെ എഫക്റ്റ് കടന്നു വരുന്ന ചില ആളുകളുണ്ട്. ഈ ഫെവിക്കോൾ തുറന്നിട്ട് എന്ത് ചെയ്യും, ഈ ഫെവിക്കോളിന്റെ അകത്ത് ഇങ്ങനെ ഇതിന്റെ മണം ഇങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ട് ഇങ്ങനെ കിക്കായി നടക്കുന്ന ചില ചങ്ങാതിമാരുണ്ട്. അങ്ങനെ ചില ആളുകളൊക്കെ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവെ പെയിന്റിന്റെ പാട്ട, ഫെവിക്കോള്, പെട്രോൾ ടാങ്ക് ഇങ്ങനെ തുറന്നിട്ട് ഈ പെട്രോളിന്റെ മണം ഇങ്ങനെ മൂക്കിൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് കിക്കായിട്ട് നടക്കണ ചില ചങ്ങാതിമാരുണ്ട്. അള്ളാഹു കാത്തിരിക്കട്ടെ. അള്ളാഹു ഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയാ, ഒരിക്കലും നിങ്ങൾ ലഹരിയുടെ പുറകിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കടന്നു പോകാൻ പാടില്ല. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഖബറിന്റെ അകത്തിന്റെ പ്രിയപ്പെട്ടവരെ ഖിൻസീർ എന്ന് പറയുന്ന പന്നിയായിരിക്കും കിടക്കുന്നതെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാത്തിരിക്കട്ടെ. അള്ളാഹു ഹീമ നൽകട്ടെ. ഞാൻ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് ഒരു മസല പറയുന്നുണ്ട്. അല്ലേ, ഞാൻ പറഞ്ഞു, ഈ സിഗരറ്റ് എന്തുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ വലിക്കരുതെന്ന് പറയണേ? ഈ പുകയില വലിക്കരുതെന്ന് പറയാനുള്ള കാരണം എന്തെന്ന് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് അൽ മവാഹിബുൽ ജിലിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അല്ലേ, ചില ആളുകളൊക്കെ ഉണ്ട് പള്ളിയിൽ വന്നിട്ട് 2 സിഗരറ്റ് ഇതൊക്കെ വലിച്ചിട്ട് ഉസ്താദെ 2 വലിക്കുന്ന ഉസ്താദെ. എന്നോട് ഒരാൾ ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം ഈ അജിലമുഗർ ഭാഗത്ത് വയലു പറയാൻ പോയി. അജിലമുഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉറൂസ് ഉണ്ട്, അവിടെ വയലു പറയാൻ പോയി. അപ്പൊ എന്നോട് ഒരാൾ വാട്സപ്പിൽ ചോദിച്ചു, ഉസ്താദ് വലിച്ചിട്ടാണോ ഉസ്താദെ വയലു പറയുന്നത്? എന്നോട് ചോദിച്ചത്, ഉസ്താദ് സിഗരറ്റ് വലിച്ചിട്ടാണോ ഉസ്താദ് വയലു പറയുന്നത്? അപ്പൊ ഞാൻ അവനോട് ചോദിച്ചിട്ട, ചങ്ങാതി എന്താ നീ അങ്ങനെ ചോദിക്കാൻ കാരണം? ഉസ്താദ് പ്രസംഗിക്കുമ്പോഴൊക്കെ ഇതിലും വലിയൊരു പുക പോകുന്നുണ്ട് ഉസ്താദെ. എന്താ പറയുക, ഉസ്താദ് പ്രസംഗിക്കുമ്പോഴൊക്കെ ഉസ്താദിന് ഈ മൈക്കിന്റെ ഭാഗത്തൂടെ ഒരു പുക പോകുന്നുണ്ട് ഉസ്താദെ. ഞാൻ പറയുന്ന ചങ്ങാതി, അത് ഞാൻ വലിച്ചിട്ടല്ല. കാരണം എന്തേ, അജിലമുഗർ എന്ന് പറയുന്ന ഒരു തണുപ്പം പ്രദേശമാണ്, അവിടെ നല്ല മഞ്ഞുള്ള പ്രദേശമാണ്. അവിടെ ഒരു അലിഫെന്ന് പോലും വായുന്നെന്ന് പറഞ്ഞാൽ അവരുടെ വായിൽ നിന്ന് പുക വരും, ഒരു തണുപ്പ് വരാറുണ്ട്. അപ്പോൾ സിഗരറ്റ് അല്ല. അപ്പോൾ ഞാൻ പറയണത്, ചില ആളുകളൊക്കെ എന്ത് ചെയ്യും, സിഗരറ്റ് വലിച്ചിട്ട് വായുവിൻ്റെ സദസ്സിന് വരാറുണ്ട്. ഇപ്പോൾ നമ്മുടെ പള്ളികളിലൊക്കെ ഒരു കല്യാണം നടക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരെന്ത് ഈ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഫോട്ടോ എടുക്കും. എടുക്കൂലേ? ഇവിടെ സമ്മതിച്ചു കൊടുക്കാറുണ്ടോ? സമ്മതിച്ചു കൊടുക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും അതിന്റെ മസലയിലേക്കൊന്നും ഞാൻ കടക്കണില്ല. എന്നാലും അവരുടെ സന്തോഷത്തിന് വേണ്ടി സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, ഐഫോണൊക്കെ കൊണ്ടുവന്ന്. ഇപ്പൊ ഞാൻ ഇന്ന് കാസർഗോഡ് ഒരു കല്യാണത്തിന് പോയപ്പോൾ 3000 രൂപയാണ് കല്യാണ ചെറുക്കൻ ഐഫോൺ ഉള്ളൊരു ചെറുപ്പക്കാരന് കൊടുത്തിരിക്കണം. കാരണം എന്തേ, ഇന്ന് വീഡിയോ ക്യാമറ ഒന്നും ഇല്ല. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഫോട്ടോ എടുക്കാനൊന്നും ക്യാമറകളില്ല.
ഐഫോൺ ഒക്കെ ഒരു 14 പ്രോയും ഒക്കെ എടുത്തോട്ട് വരുന്ന ചില ചെറുപ്പക്കാരുടെ കയ്യിൽ 3000 റുപ്യ 4000 റുപ്യ കൊടുക്കുമ്പോൾ അവർ നല്ല രീതിയിൽ ഇങ്ങനെ കല്യാണത്തിന്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ പിടിച്ചു തരുന്നത്. ഞാൻ പറയണത് അതിന്റെ മസലയിലേക്കൊന്നും ഞാൻ പോണില്ല. ചില പള്ളി കമ്മിറ്റിക്കാർ വന്നിട്ട് പറയും പള്ളിക്കകത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഫോൺ കയറ്റാൻ പാടില്ല. എന്താ പറയണേ? പള്ളിക്കകത്ത് ഫോൺ കയറ്റാൻ പാടില്ല, പള്ളിക്കകത്ത് ക്യാമറ കയറ്റാൻ പാടില്ലെന്ന് ചില ആളുകൾ പറയാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പള്ളി കമ്മിറ്റി ഇരിക്കണം മിക്കോണം വലിച്ചിട്ടായിരിക്കും ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. അള്ളാഹു കാത്തിരിക്കട്ടെ. സിഗരറ്റ് വലിക്കുന്നവന് പള്ളിക്കകത്ത് കയറാം, ഐഫോൺ ഉള്ളവന് പള്ളിക്കകത്ത് കയറാൻ പറ്റില്ലെന്ന് പറയുന്ന ചില കാലഘട്ടം. അള്ളാഹു കാത്തിരിക്കട്ടെ. ഞാൻ പറഞ്ഞത് വെറുതെ അല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയുടെ മൂത്രപ്പുരയുടെ അകത്ത് നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ പലരും നിന്നുകൊണ്ട് സിഗരറ്റ് വലിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയാ, അള്ളാഹു ചില ആളുകളൊക്കെ വന്നിട്ട് നമ്മളോട് സലാം പറയും, നമ്മളോട് ദുആ ചെയ്യാൻ പറയും. ആ സമയത്ത് അടുക്കാൻ പോലും കഴിയില്ല. എന്തേ? സിഗരറ്റ് വലിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരുന്ന ചില ചങ്ങാതിമാര്. ഞാൻ പറയാ, മോനെ, ഈ സിഗരറ്റിന്റെ അകത്തുള്ള പുകയില എവിടെ നിന്നാ ഉൽപ്പാദിക്കുന്നത്? ഈ പുകയില എന്ന് പറയുന്ന സാധനം എവിടെ നിന്ന് ഉൽപ്പാദിക്കുന്ന? ബഹുമാനപ്പെട്ട തടവ ഉസ്താദ് നവർ അല്ലാഹു മർക്കദ എൻ്റെ പ്രിയപ്പെട്ടവർ ഒരു ബൈത്തിലൂടെ അതിന്റെ മസാല പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താ? സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? അതന്യബിക്കൊരു കുമ്പിടാൻ മടി കാട്ടി, അതിനാലെ തന്നിബിലീസിനെ റബ്ബാട്ടി. റബ്ബിന്റെ ശാപോ ഏറ്റ ശൈത്വാനം പേടിച്ചു മൂത്രമൊഴിച്ചടോ പെട്ടെന്ന്. ശൈത്താന്റെ മൂത്രം വീണ സ്ഥാനത്താണ് പീഡിപ്പുകയില മുളച്ചതും എന്നാണ്. ഇബ്ലീസ് മൂത്രമൊഴിച്ചവൻ തള്ളുന്നു, നീ നിന്റെ ചുണ്ടിൽ വെച്ചതും വലിക്കുന്നു. ശൈത്വാന്റെ മൂത്രോ തീർന്നു പോയാലിന്ന് നീ പീഡിക്കിട്ട തോട്ടമാ പിന്നെന്ന്. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പറയാ, ആദൻ നബിക്കൊരു കുമ്പിടാൻ മടി കാട്ടി. ഇബ്ലീസിനോട് എൻ്റെ പ്രിയപ്പെട്ടവർ അള്ളാഹു പടച്ച തമ്പുരാൻ പറഞ്ഞു, ഇബ്ലീസേ, നീ ആദൻ നബിയുടെ മുമ്പിൽ എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം. ആദൻ നബിക്കൊരു കുമ്പിടാൻ മടി കാട്ടി, അതിനാലെ തന്നെ ഇബ്ലീസിനെ റബ്ബാട്ടി. ആദൻ നബിക്ക് സുജൂദ് ചെയ്യാൻ ഇബ്ലീസിനോട് അല്ലാഹ് പറഞ്ഞപ്പോ ഇബ്ലീസ് പറഞ്ഞു, അല്ലാ, ഞാൻ ഈ ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യില്ലല്ലാ. ആദൻ നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാനപ്പോ ഇബ്ലീസിനോട് എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു പറഞ്ഞു, നീ എന്ത് ചെയ്യണം? ഈ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോണം. റബ്ബിന്റെ ശാപം ഏറ്റ ശൈത്വാനം പേടിച്ചു മൂത്രമൊഴിച്ചടോ പെട്ടെന്ന്. റബ്ബ് ശപിച്ചോടാ, നീ ഇറങ്ങിപ്പോടാ, നീ ഇറങ്ങി ഇവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് പോകണമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഇബ്ലീസ് പേടിച്ചു പോയെന്ന് ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ സാക്ഷിയാ. ഇബ്ലീസ് പേടിച്ചപ്പോ, റബ്ബ് അങ്ങനെ ചൂടായപ്പോ, റബ്ബ് ശപിച്ചപ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എന്റെ പ്രിയപ്പെട്ടവരെ മൂത്രമൊഴിച്ചെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ പറയുന്നു. എന്താണ്? ഇബ്ലീസിനോട് അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞപ്പോ ഇബ്ലീസ് മൂത്രമൊഴിച്ചെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ പറയുന്നു. ശൈത്വാന്റെ മൂത്രം വീണ സ്ഥാനത്താണ് പീഡിപ്പുകയില മുളച്ചതും എന്നാണ്. ശൈത്താന് മൂത്രമൊഴിച്ചപ്പോ ആ മൂത്രമൊഴിച്ച സ്ഥാനത്ത് നിന്നാണ് ബീഡി പുകയില മുളച്ചതെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പറയാ. ശൈത്താൻ ഇബ്ലീസ് മൂത്രമൊഴിച്ച ആ സ്ഥാനത്ത് നിന്നാണ് പുകയിലയുടെ ഉത്ഭവം എന്റെ പ്രിയപ്പെട്ടവരെ ഉണ്ടായതെന്ന് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പറയാ. ഇബ്ലീസ് മൂത്രമൊഴിച്ചവൻ തള്ളുന്നു, നീ നിന്റെ ചുണ്ടിൽ വെച്ചതും വലിക്കുന്നു. ഇബ്ലീസിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂത്രമൊഴിച്ച ആ സ്ഥാനത്ത് നിന്ന് ഈ ബീഡിപ്പുകയില മുളച്ചു. ആ ബീഡിപ്പുകയില എടുത്തുകൊണ്ട് ഓരോ ചെറുപ്പക്കാരും ഓരോ പ്രായമുള്ളവരും ചിലപ്പോൾ പെങ്ങന്മാര് പോലും എന്റെ പ്രിയപ്പെട്ടവരെ ഇതിങ്ങനെ വായിൽ വെച്ച് ഇങ്ങനെ ഊതുന്നുണ്ടെന്ന് വലിക്കുന്നുണ്ടെന്ന് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പറയുക. ശൈത്വാന്റെ മൂത്രോ തീർന്നു പോയാലിന്ന് നീ ബീഡിക്കിട്ട തോട്ടമാ പിന്നെന്ന്. ഈ
ശൈത്വാന്റെ മൂത്രത്തിന്റെ സ്ഥലത്ത് നിന്ന് ഉത്ഭവിച്ച ഈ ബീഡി പുകയില എന്റെ പ്രിയപ്പെട്ടവരെ കിട്ടാതെ വരുമ്പോ നീ എന്റെ പ്രിയപ്പെട്ടവരെ ടെൻഷൻ അടിച്ചുകൊണ്ട് തലയിലും മത്തു പിടിച്ചുകൊണ്ട് ഓടുകയാണെന്ന് ബഹുമാനപ്പെട്ട തലവ ഉസ്താദ് പറയുമ്പോ ഞാൻ പറയാ, ഈ സിഗരറ്റും ഈ MDMA-യും ഈ ലഹരിയും അതിൽ നിന്നൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് മാറാൻ കഴിയണം. അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ചെറുപ്പക്കാര് കള്ള് കുടിച്ചിട്ട് കഞ്ചാവ് അടിച്ചിട്ട് സ്വന്തം ഉമ്മയെ പോലും തല്ലുന്ന കാലഘട്ടം. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ സ്നേഹം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ.